ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ പരിശീലന കേന്ദ്രമായ കായംകുളം കാക്കനാട് മിസ്പ കേന്ദ്രത്തിലെ ഈ വർഷത്തെ ക്രിസ്മസ് പുതുവത്സര ആഘോഷം വെള്ളിയാഴ്ച രാവിലെ 10-ന് നടക്കും. വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ നടക്കും. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ പരിശീലന കേന്ദ്രമായ കായംകുളം കാക്കനാട് മിസ്പ കേന്ദ്രത്തിലെ ഈ വർഷത്തെ ക്രിസ്മസ് പുതുവത്സര ആഘോഷം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുമെന്ന് മിസ്പ ഡയറക്ടർ പാസ്റ്റർ ബി സജി, സ്കൂൾ പ്രിൻസിപ്പൽ ശോഭ സതീഷ് എന്നിവർ അറിയിച്ചു. കായംകുളത്ത് ഭിന്നശേഷിക്കാർക്കായി 2003 സ്ഥാപിതമായ സ്ഥാപനമാണ് മിസ്പ പരിശീലന കേന്ദ്രം. 22 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഞങ്ങളുടെ സ്ഥാപനം. ഈ സ്ഥാപനത്തിൽ ഈ വർഷം മുൻ വർഷത്തെ പോലെ തന്നെ ഈ വർഷം വിപുലമായ രീതിയിൽ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾ നടക്കുന്നു. 20-ാം തീയതി വെള്ളിയാഴ്ചയാണ് ഞങ്ങളത് ക്രമീകരിച്ചിരിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ വിവിധ കലാപരിപാടികൾ, ഡാൻസ്, കരോള്, അങ്ങനെ പല പ്രോഗ്രാമുകൾ അന്നേ ദിവസം ഇവിടെ നടത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അധ്യാപകരുടെ പ്രോഗ്രാമുണ്ട്. കൂടാതെ കുഞ്ഞുങ്ങൾക്ക് സമ്മാന വിതരണം, ഭിന്നശേഷി കലോത്സവത്തിന് പങ്കെടുത്ത കുട്ടികൾക്കുള്ള സമ്മാന വിതരണം, ഇതെല്ലാം അന്നേ ദിവസം ഉണ്ടായിരിക്കുന്നതാണ്. മിസ്പ സ്കൂളിൻ്റെ ആരംഭം മുതൽ നമ്മുടെ രാജ്യത്തെ വിവിധ പ്രോഗ്രാമുകൾ വളരെ ഗംഭീരമായി തന്നെ മിസ്പ ആഘോഷിച്ചുകൊണ്ടിരുന്നു. ഓണം, ഓഗസ്റ്റ് 15, ദീപാവലി, റംസാനോടനുബന്ധിച്ചുള്ളതായ വിവിധ പ്രോഗ്രാമുകൾ, ക്രിസ്മസ്, ന്യൂ ഇയർ, ഇങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാമുകളും മിസ്പയിൽ വെച്ച് നടത്തിക്കൊണ്ടിരുന്നു. അതേ ദിവസം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യുന്നതായ ഗിഫ്റ്റുകൾ കൊടുക്കുമായിരുന്നു. കൂടാതെ സ്റ്റാഫിനും മറ്റ് പ്രവർത്തകർക്കുമൊക്കെ ഇവിടെ ഗിഫ്റ്റ് കൊടുക്കുമായിരുന്നു. നാട്ടുകാർക്ക് കഴിവുണ്ടെങ്കിൽ അന്നേ ദിവസം കുറച്ചേറെ അരിയും ഭക്ഷ്യ സാധനങ്ങൾ ഞങ്ങൾ കൊടുക്കുമായിരുന്നു. ഈ വർഷവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രോഗ്രാമുകളുടെ അവസാനമായിട്ട് മാർച്ച് മാസം അവസാന വെള്ളിയാഴ്ച സ്കൂൾ വാർഷികം നടത്താറുണ്ട്. അന്ന് സമൂഹത്തിലെ ഉന്നതരായിരിക്കുന്ന അനേക വ്യക്തികൾ ഇവിടെ കടന്നു വരികയും പ്രസംഗിക്കുകയും ഞങ്ങൾക്ക് അഭിനന്ദനമായിട്ട് വിവിധ കാര്യങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഈ വർഷവും അതുപോലെ തന്നെ മാർച്ച് മാസം 28-ാം തീയതിയാണ് ഞങ്ങളുടെ സ്കൂൾ വാർഷികം നടത്താൻ ആഗ്രഹിക്കുന്നത്. അന്ന് മന്ത്രിതലത്തിൽ ചില വ്യക്തികളുണ്ടായിരിക്കും, ഉദ്യോഗ തലത്തിലെ ചിലരുണ്ടായിരിക്കും. അതെല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അന്നേ ദിവസം തന്നെ ഞങ്ങളുടെ അധ്യാപകർക്കും അനധ്യാപകർക്കും വിവിധ ഗിഫ്റ്റുകൾ കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രിസ്മസിനോടനുബന്ധിച്ചും ഞങ്ങൾ ചില പ്രോഗ്രാമുകൾ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നു. അന്നേ ദിവസം ദൈവം സഹായിച്ചാൽ സൗദി അറേബ്യയിൽ നിന്നും ഷാജി വർഗീസ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി കടന്നു വരുന്നുണ്ട്. കൂടാതെ അമേരിക്കയിൽ നിന്നും ഫിന്നി ഡാനിയൽ എന്ന് പറയുന്ന ഒരാൾ പത്തനംതിട്ടയിൽ നിന്ന് കടന്നു വരുന്നുണ്ട്. അന്നേ ദിവസം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവിധ കലാപരിപാടികളുണ്ട്. രാവിലെ ക്രിസ്മസിനോടനുബന്ധിച്ച് രാവിലെ 10:30 മണിക്ക് കരോൾ പരിപാടികളുണ്ട്. ക്രിസ്മസ് ഫാദറിനെ അണിയിച്ചൊരുക്കി കുഞ്ഞുങ്ങൾ ക്രിസ്മസ് ഗാനങ്ങളോടുകൂടി വാദ്യമേളങ്ങളോടുകൂടി അവർ സ്റ്റേജിലേക്ക് വരികയും അവർ പ്രോഗ്രാം നടത്തുകയും ചെയ്യും. അതിനോട് ചേർന്ന് നടക്കുന്ന പൊതുയോഗത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കലാപരിപാടികളുണ്ടായിരിക്കും, ഡാൻസുകൾ, സ്കിറ്റുകളൊക്കെ ഉണ്ടായിരിക്കും. കൂടാതെ നമ്മുടെ സ്റ്റാഫിൽ അവർ ഗിഫ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ അവർ ഒരു ക്രിസ്മസ് ഗാനം ആലപിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതെല്ലാം തയ്യാറെടുപ്പോടുകൂടി അവരായിരിക്കുകയാണ്. മിസ്പ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ നടക്കും. കുട്ടികളുടെ കരോൾ, ബാൻഡുമേളം, മധുര പലഹാര വിതരണം എന്നിവയും നടത്തും. വിദ്യാർത്ഥികൾ ക്രിസ്മസ് പപ്പായായി അണിഞ്ഞൊരുങ്ങി ക്രിസ്മസ് ഗാനം ആലപിക്കും. ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് മധുര പലഹാര വിതരണവും നടത്തും. ഷാജി വർഗീസ്, ഫിനി ഡാനിയൽ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ഡയറക്ടർ പാസ്റ്റർ സജി സ്വാഗതം പറയും. സരസൻ സി നായർ, പ്രിൻസിപ്പൽ ശോഭ സതീഷ്, ബോർഡ് അംഗങ്ങൾ ബാബുജി, ആശിഷ്, വി ബേബി എന്നിവരും പങ്കെടുക്കും. CDNet ന്യൂസ്, കായംകുളം.